നമ്മളൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വലിയ നിർബന്ധം കൊണ്ടായിരിക്കും. പല ആൾക്കാരും നമ്മളെ നിർബന്ധിക്കുന്നതുകൊണ്ട്, വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്ത് വയ്ക്കും. പക്ഷേ പിൽക്കാലത്ത് അത് വലിയ ചരിത്രമാകും. ഒട്ടും താല്പര്യമില്ലെങ്കിൽ പോലും ചില കാര്യങ്ങൾ മനസ്സില്ലാ മനസ്സോടെ നമ്മൾ ചെയ്തു തീർക്കും. പിന്നീടത് ചരിത്രമായി മാറും. പിന്നീട് അയാൾ നിർബന്ധിച്ച് നന്നായി എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നാറില്ലേ? കാര്യം അയാൾ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് താനിത് ചെയ്തത്, അതുകൊണ്ട് ഇത്രയും വലിയ ഗുണമുണ്ടായി. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവിതത്തിലും ഇങ്ങനൊരു സംഭവമുണ്ട്. മതിലുകൾ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസാണ്, നിങ്ങൾക്കറിയാം. പിന്നീട് അടൂർ ഗോപാലകൃഷ്ണൻ മമ്മൂട്ടിയെ നായകനാക്കി സിനിമയാക്കിയതും ഇതേ മതിലുകളാണ്. ഒരു പത്രാധിപരുടെ നിർബന്ധവും ഭീഷണിയും കാരണം എഴുതപ്പെട്ട കഥയാണ് ഈ മതിലുകൾ. അങ്ങനെ ആരുടെയും ഭീഷണിക്കൊന്നും വഴങ്ങുന്ന ആളൊന്നുമല്ല വൈക്കം മുഹമ്മദ് ബഷീർ, നിങ്ങൾക്കറിയാം. അവിടെ എപ്പോഴും ഒരു കത്തിയൊക്കെ സൂക്ഷിച്ചിരുന്നു. വേണ്ടി വന്നാൽ കത്തി എടുത്ത് അദ്ദേഹം പുറത്തേ ആടുമായിരുന്നു. മാത്രമല്ല കർക്കശമായി കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുന്നതിലൊന്നും ബഷീർ ഒട്ടും പിന്നാക്കമായിരുന്നില്ല. ഈ സംഭവം നടക്കുമ്പോഴാണ് അദ്ദേഹം ഈ ഭാർഗവി നിലയം എന്ന സിനിമയുടെ തിരക്കഥ എഴുതുന്നത്. കാര്യം ബഷീർ ആദ്യമായി എഴുതുന്ന തിരക്കഥയായിരുന്നു ഈ ഭാർഗവി നിലയം. അങ്ങനെ തിരക്കഥ എഴുതി പരിചയമൊന്നുള്ള ആളായിരുന്നില്ല നമ്മുടെ പ്രിയപ്പെട്ട കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ. ആ സമയത്താണ് തൻ്റെ വാരികയുടെ വാർഷിക പതിപ്പിലേക്ക് ഒരു കഥ വേണം എന്ന ആവശ്യമായി ബഷീറിനെ എപ്പോഴും സന്ദർശിക്കുന്ന പത്രാധിപർ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ സിനിമാ കഥ പൂർത്തിയാക്കാതെ ഒരു കഥ എഴുതാനും ഞാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പ്രതീക്ഷ എല്ലാം കെട്ടടങ്ങി. കാര്യം വളരെ വളരെ പ്രതീക്ഷയോടെയാണ് കോഴിക്കോടേക്ക് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി കയറിയത്. പേട്ടയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള യാത്രയായിരുന്നു. അപ്പോഴാണ് ഈ സിനിമയുടെ തിരക്കഥയുടെ കാര്യം പറഞ്ഞല്ലോ, അതൊന്ന് വായിക്കാൻ തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് വായിച്ചുകൊണ്ടിരിക്കുന്നതിൽ സൂത്രത്തിൽ പത്രാധിപരങ്ങ് മുങ്ങി കാറി കയറി സ്ഥലം വിട്ടു. ഒരല്പം കഴിഞ്ഞപ്പോഴാണ് വൈക്കം മുഹമ്മദ് ബഷീറിന് അക്കിടി മനസ്സിലായത്. അതായത് തൻ്റെ തിരക്കഥയുമായി വന്ന പത്രാധിപർ സ്ഥലം വിട്ട് കഴിഞ്ഞു എന്നുള്ളത്. ആകെ പ്രശ്നമായി. കാര്യം അത് പൂർത്തീകരിച്ചിട്ടില്ലാത്ത തിരക്കഥയാണ്. അത് സിനിമയാക്കാൻ ഡേറ്റൊക്കെ തീരുമാനിച്ചിരിക്കുക. ബഷീർ പിറ്റേന്ന് തന്നെ പേട്ടയ്ക്ക് വണ്ടി കയറി തിരുവനന്തപുരത്ത് എത്തി. പത്രം ഓഫീസിലെത്തി അദ്ദേഹം ഈ തിരക്കഥ തിരിച്ചു ചോദിച്ചു. പത്രാധിപർ കുലുങ്ങുമോ? പത്രാധിപർ പറഞ്ഞു, എനിക്കൊരു കഥ തന്നില്ലെങ്കിൽ ഞാൻ ഈ തിരക്കഥ ഇപ്പോൾ പബ്ലിഷ് ചെയ്യാൻ പോവുക. മാത്രമല്ല ആ തിരക്കഥ പബ്ലിഷ് ചെയ്യാൻ അന്നുള്ള അച്ചൊക്കെ നിരത്തി വെച്ചിരിക്കുക. കൃത്യമായിട്ടെല്ലാം നിരത്തി തയ്യാറായിരിക്കുമ്പോഴാണ് ഈ ബഷീറിൻ്റെ വരവ്. ഒരു കഥ തന്നോളൂ, തിരക്കഥ എടുത്തുകൊണ്ട് പോയിക്കോളൂ, അല്ലാതെ തിരക്കഥ തരുന്ന പ്രശ്നമില്ല എന്ന് കർക്കശമായി പറഞ്ഞു. കാരണം ഈ പത്രാധിപരും അത്യാവശ്യം സ്വാതന്ത്ര്യം ബഷീറിൻ്റെ അടുത്തുള്ള ആളാണ്. കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്നതിൽ അത് അവസാനം നിർബന്ധത്തിന് വഴക്കി അദ്ദേഹം ഒരു കഥ എഴുതി കൊടുത്തു. അതാണ് മതിലുകൾ. തിരക്കഥ മടക്കി കൊടുക്കുകയും ചെയ്തു. ഒരുപക്ഷെ അന്ന് ഈ പത്രാധിപരുടെ ഭീഷണിയും ഈ ഗൂഢപ്രവർത്തനം ഉണ്ടായില്ലെങ്കിൽ ഇതുപോലെ ഈ മതിലുകൾ പോലെ മനോഹരമായൊരു സാധനം, ഒരു സാഹിത്യ പ്രോപ്പർട്ടി നമുക്ക് ഉണ്ടാകുമായിരുന്നില്ല. പിൽക്കാലത്ത് അടൂർ ഗോപാലകൃഷ്ണൻ വളരെ നന്നായി ചിത്രീകരിച്ച ഒരു സിനിമയായി മാറി മതിലുകൾ. മാത്രമല്ല മതിലുകൾ അദ്ദേഹം കോഴിക്കോട് പോയി ബഷീറിനെ കാണിക്കുകയും ചെയ്തു. ബഷീറിന് വളരെ ഇഷ്ടപ്പെട്ടു മതിലുകൾ എന്ന സിനിമ. മമ്മൂട്ടി നായകനായ ഈ സിനിമ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുകയും പുരസ്കാരങ്ങൾ നേടുകയും ഒക്കെ ചെയ്തു. എന്തായാലും ഈ വാരികയുടെ അതായത് പേട്ടയിൽ നിറങ്ങുന്ന വാരികയുടെ കോപ്പികൾ ഈ മതിലുകൾ എന്ന കഥ അച്ചടിച്ചതോടെ മതിലുകളല്ല, നമ്മുടെ ഈ മതിലുകളുടെ കഥ പബ്ലിഷ് ചെയ്തതോടെ ഒരുപാട് വിറ്റു എന്നാണ് ചരിത്രം. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, വൈക്കം മുഹമ്മദ് ബഷീറിനെ നിർബന്ധപ്പെടുത്തി ആ പത്രാധിപർ ഒരു കഥ എഴുതിച്ചു, അത് മലയാളിക്ക് ലഭിച്ചു. ചിലപ്പോൾ ചില ഭീഷണികളൊക്കെ തന്നെ നമുക്ക് അങ്ങനെ ഒരു നല്ല കാര്യത്തിന് വഴിമരുന്നാകും. അപ്പോൾ നിങ്ങൾ ഭീഷണിപ്പെടുത്തുക നേരായ കാര്യത്തിനായിരിക്കണം എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഒ.വി. വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ, അദ്ദേഹം ഒരു എഴുതിയ നോവൽ ഏറ്റവും മാസ്റ്റർ പീസായി മാറിയത് ഖസാക്കിൻ്റെ ഇതിഹാസമാണ്. അത് ഏതാണ്ട് ഒരു 100 പേജ് എഴുതി പൂർത്തിയാക്കിയപ്പോഴേക്കും അദ്ദേഹത്തിന് ബോറടിച്ചു. ഇതിനി മുന്നോട്ട് പോയിട്ട് ഒരു കാര്യമില്ലെന്ന് വെച്ച് അദ്ദേഹം നിർത്തിവെച്ചു. അപ്പോഴാണ് ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടിയായ ആകാശവാണിയിലെ വാർത്താ വായനക്കാരൻ പ്രതാപൻ ഒ.വി. വിജയൻ്റെ മുറിയിലേക്ക് അയച്ചു ചെല്ലുന്നു. അപ്പോൾ ഈ എഴുതി നിർത്തിയ നോവലിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഇടയ്ക്ക് വെച്ച് ഞാൻ ഉപേക്ഷിച്ചു, എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല, നന്നാവത്തില്ലെന്ന് തോന്നുന്നു എന്നൊക്കെ രീതിയിൽ ആത്മവിശ്വാസക്കുറവ് പ്രകടിപ്പിച്ച ഒ.വി. വിജയനോട് ഇതൊന്ന് വായിക്കാൻ തരാമോ എന്ന് ചോദിച്ചിട്ട് ഈ 100 പേജുള്ള സാധനം പ്രതാപൻ എടുത്തുകൊണ്ട് പോയി. അദ്ദേഹം വീട്ടിൽ ചെന്നിരുന്ന് ഇതൊക്കെ വായിച്ച്, അദ്ദേഹം സാഹിത്യത്തിലൊക്കെ നല്ല താല്പര്യമുള്ള ഒരു ആകാശവാണി ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം തിരിച്ചു ചെന്നിട്ട് പറഞ്ഞു, ഇതൊരു മാസ്റ്റർ പീസാകും, തീർച്ചയായിട്ടും എഴുതണമെന്ന് ഒ.വി. വിജയൻ നിർബന്ധിച്ചു. അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിൻ്റെ കൂടി വഴങ്ങിയാണ് ഒ.വി. വിജയൻ ഖസാക്കിൻ്റെ ഇതിഹാസം പൂർത്തിയാക്കുന്നത്. പിന്നീട് ഖസാക്കിൻ്റെ ഇതിഹാസം ചരിത്രമായി. അതേപോലെയാണ് നിങ്ങളും അത്യാവശ്യം നല്ല കാര്യങ്ങൾക്ക് നിർബന്ധിക്കൂ, നല്ല ഫലമുണ്ടാകും എന്നാണ് എൻ്റെ സൂചന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.